എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Seven of Cups. Sorry, Eight of Cups. Nine of Swords. Ten of Wands. Temperance. King of Cups. Lovers card വന്നിട്ടുണ്ട്. Six of Swords. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ് നോക്കാം. സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളിന്ന് പല കാര്യങ്ങളും തെറ്റിദ്ധാരണകൾ ഉള്ളിൽ കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾ പല കാര്യങ്ങളും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളൊരു ഫാൻറ്റസി കാര്യങ്ങളാണ്, നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന കുറേ ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിയെന്നുള്ള ഒരു ധാരണയിലാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അത് ഏതാണ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യാനോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ വേറെ എന്തോ കാര്യത്തിൽ തെറ്റിദ്ധാരണയിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥ ബോധത്തോടു കൂടിയല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയിൽ നിങ്ങൾ ആലോചിച്ച് കൂട്ടിയ എന്തൊക്കെയോ പ്രോബ്ലംസ് അതിൽ നിങ്ങളുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തണം എന്ന് പറയുന്നത്. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം മനസ്സിരുത്തി ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നതോ ആയൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അടിപ്പെട്ടു പോകരുത്. നിങ്ങൾ കൃത്യമായ ധാരണകളും കൃത്യമായ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ടെൻഷനിലും ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ഒന്നും ചെയ്യാൻ എനിക്ക് ഇന്നത്തെ ദിവസം കഴിയുന്നില്ല. കാരണം പല കാര്യങ്ങളാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പല കാര്യങ്ങളുടെ ഒരു ചിന്ത വന്നിട്ട് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളിന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്, നിങ്ങളിന്ന് ഈ ഫാൻറ്റസി വേൾഡിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് തീർക്കുക. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നയൻ ഓഫ് സോഴ്സിൻ്റെ എനർജി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്ത് കാര്യമാണെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ടാവാം. ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന ചിന്തകൾ നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ടായിട്ട് കാണുന്നുണ്ട്.
ഫ്യൂച്ചറിൽ അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് വളരെയധികം കടന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഇട്ട് തരികയോ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു പ്രോബ്ലം റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് അത് സത്യത്തിൽ നിങ്ങളെ ബാധിക്കുന്നേ ഇല്ല. നിങ്ങൾ ഈ പേടിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പോലുമില്ല. നിങ്ങളുടെ അടുത്ത് കൂടി പോലും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിലാണ്. സംഭവിക്കാത്തൊരു കാര്യം സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സ്ഥലത്തുള്ള പ്രഷറുകൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റക്നെസ് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകും, അത് സ്ട്രഗിൾ ആയിരിക്കുമോ എന്നൊക്കെ ഓർത്താണ് നിങ്ങൾക്ക് കൂടുതലും ടെൻഷൻ വരുന്നത്. പല നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ജോലിയിലെ ടെൻഷൻസ് ഒന്ന് മാറ്റി വെക്കുക. ചില സമയങ്ങളിൽ നമുക്കങ്ങനെ വരും, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളത് കൂടുതലായിട്ട് മൈൻഡിലേക്ക് എടുക്കാതിരിക്കുക. ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ ഏത് ജോലിക്കുമുണ്ട്. എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുണ്ട്. അതില്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളത് ഓവറായിട്ട് മൈൻഡിലേക്ക് എടുക്കാതെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതെല്ലാം കൂടി എടുത്ത് തലയിലേക്ക് വെക്കാതെ ഓവർ തിങ്കിങ് ചെയ്ത് കുറേ കാര്യങ്ങൾ തനിയെ ക്രിയേറ്റ് ചെയ്യാൻ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല. പക്ഷെ നിങ്ങൾ സ്വയമേ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ബുദ്ധിപരമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്കുള്ള ഈ ടെൻഷനും പ്രഷറും ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു എനർജിയാണിത്. നാളെ ഈ ഒരു എനർജി മാറി നിങ്ങളൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരും. പക്ഷേ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും സ്പോയിൽ ചെയ്യാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്നുള്ള ടെൻഷനിലും പേടിയിലൊക്കെ ഇന്നത്തെ ദിവസം കഴിയുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുക്കുകൾ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയോ ഒരു ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ഇന്നൊരു ഔട്ടിങ്ങിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഈ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. 8 ഓഫ് സോഡ്സ് ആണ് ഇതും. ഈ കാർഡും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ഭാരം, അമിതമായി ജോലി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ടെൻഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനായിട്ട് കുറച്ചധികം ഫണ്ട് വേണമായിരിക്കാം. ആ ഫിനാൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ അതെങ്ങനെ ഈ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ആലോചനയിലേക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് കൂടുതലും. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കുറവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും, എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടെൻഷനും കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള പ്രോബ്ലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശക്തമായിട്ട് മനസ്സിലാക്കുക. എവിടെയാണ് നമുക്ക് ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്ന് നിൽക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ ആരുടെയെങ്കിലും ഒരു സജഷൻസ് സ്വീകരിക്കുക. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റുന്ന എവിടെയാണോ അവിടെ സഹായം ചോദിക്കുക. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും സഹായം ചോദിക്കാം, അല്ലേ? അപ്പോൾ അതിന് യാതൊരു മടിയും കാണിക്കേണ്ട. കാരണം ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറൊരു വ്യക്തി വഴിയായിരിക്കാം ഇതിനൊരു സൊല്യൂഷൻ തരാൻ പോകുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യം സൊല്യൂഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറൊരാളുടെ സപ്പോർട്ട് കൂടിയായിരിക്കും തരുന്നത്. അപ്പോൾ ആ വ്യക്തി ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും ഒരു സഹായം ചോദിക്കാം. അപ്പോൾ നിങ്ങളൊരു അങ്ങനത്തെ ഒരു സഹായം ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കത് ആരുടെ അടുത്തെങ്കിലും സഹായം ചോദിക്കുകയോ നിർദ്ദേശം ചോദിക്കുകയോ അഭിപ്രായം
സഹായങ്ങൾ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഈ സമയത്ത് നമ്മൾ ഒരാളുടെ സഹായം എടുക്കുന്നതിൽ മടി കാണിക്കേണ്ട എന്നാണ് പറയുന്നത്. എന്ത് സഹായം ആര് തരുന്നു, ആരുടെ അടുത്ത് നിന്ന് കിട്ടുന്നോ അതിൽ നിന്ന് വാങ്ങിക്കുക. അതിൽ നിങ്ങൾ അതുപയോഗിച്ച് നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് കരകയറാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. 6 ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു പരിവർത്തനം സംഭവിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നു ഇന്നത്തെ ദിവസം. ഈ ഒരു സ്റ്റക്നെസ് എനർജി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എനർജി നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയ ആ മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പുറത്തു കിടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഒരാളുടെ ചിലപ്പോൾ ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാനസികമായിട്ട് വളരെയധികം ആശ്വാസം ഇന്നത്തെ ദിവസം ഈ പ്രോബ്ലംസ് ഒക്കെ മാറി ആശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. ഒരു സുഗമമായൊരു യാത്രയാണ് ഇന്നത്തെ കാണിക്കുന്നത്. ചിലപ്പോൾ തൊഴിലിലുള്ള ഒരു പരിവർത്തനമാവാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള പ്രഷർ കൊണ്ടായിരിക്കാം നിങ്ങൾക്കിങ്ങനെ ഒരു ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ നിൽക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളത് മാറാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു ട്രാവലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്ത് പോകുന്നതായിരിക്കാം. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റക്നെസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനും ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു നല്ല ഒരു സഹായം എവിടെ നിന്നോ എത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സംഘർഷങ്ങളൊക്കെ എല്ലാം അയവ് വന്ന് അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് മനസ്സിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സ് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങളിലേക്ക് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. എല്ലാ കാര്യങ്ങളും സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. അതായത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ടെൻഷനിലും പ്രഷറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ സിറ്റുവേഷൻ, നമുക്ക് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരും. എനിക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കും. എനിക്ക് ആ അസുഖമാണോ ഈ അസുഖമാണോ എന്നൊക്കെ ചിന്തിച്ച് കൂടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഡിക്റ്റേറ്റ് ചെയ്യുകയോ ഡയഗ്നോസ് ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ചിന്തിക്കും, എനിക്കും അത് വരുമോ, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിച്ച് മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു തോന്നൽ വരികയാണെങ്കിൽ നമ്മളപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ അപ്പോൾ അതറിയാവുന്ന ആൾക്കാരോട് സംസാരിക്കുകയോ ചെയ്താൽ അത് ക്ലാരിറ്റി ആയി പോകും. ചില ആൾക്കാർ ഇത് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിങ്ങനെ പൊരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പെയിനാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്നതിൻ്റെ ലക്ഷണമായിരിക്കും. ഇപ്പോൾ പല ആൾക്കാരും എന്തെങ്കിലും ഇത് വന്നാൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ഗൂഗിൾ പറയും അത് ഇതിൻ്റെ ലക്ഷണമാണ് അതിൻ്റെ ലക്ഷണമാണെന്നൊക്കെ പറയുമ്പോൾ വെറുതെ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ടെൻഷനാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനുണ്ട്, എന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ള, അല്ല അസുഖങ്ങളിൽ പെട്ട് നിൽക്കുന്ന എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർ അതിൽ നിന്ന് മുക്തരായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആന്തരികമായിട്ട് വളരെയധികം ശക്തി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കിന്ന് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെ കൂടുതലായിരിക്കും. അതിൽ വിശ്വസിക്കാൻ പറയുന്ന ഇൻറ്റ്യൂഷൻസിൽ ഇന്ന് പല ആളുകൾക്കും ഇന്ന് 3rd ചക്ര വളരെ ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് ഇൻറ്റ്യൂഷൻസ് കൂടുതലായിരിക്കും. സജഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ശാന്തമായിരുന്ന് കാര്യങ്ങൾ വിലയിരുത്തുക. എന്ത് വലിയ പ്രോബ്ലംസ് നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങളൊന്ന് ശാന്തമായിട്ടിരുന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസും ടെൻഷൻസും എല്ലാം ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വളരെ വിവിധ രണ്ട് വശങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, സന്തോഷവും സ്നേഹവും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം വരുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇന്നൊരു സ്നേഹത്തിൻ്റെ ദിവസമായിരിക്കും. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാനും നിങ്ങൾക്കിന്ന് വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് എല്ലാ ആളുകളെയും വളരെ ശക്തമായി ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കൊണ്ടോ നിങ്ങളുടെ ബിഹേവിയൻസ് കൊണ്ടോ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടോ നിങ്ങളിന്ന് മറ്റുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ക്യൂട്ട്നെസ് ആളുകൾ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സംസാരത്തിലുണ്ടാകുന്ന ഒരു ക്യൂട്ട്നെസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് ആവാം, നിങ്ങളുടെ അപ്പിയറൻസ് ആവാം. എന്താണെങ്കിലും നിങ്ങൾ ഇന്ന് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ചില ആളുകൾക്ക് അനുയോജ്യമായ ഒരു ബന്ധങ്ങൾ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ബിസിനസ് റിലേഷൻഷിപ്പ് ആവാം, ചിലപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പും ആവാം. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്കിന്നൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ വ്യക്തികളുമായിട്ട് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കാനും സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിന്ന് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണണം എന്നാണ് പറയുന്നത്. ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. വൈകാരികമായ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുക. നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിങ്ങൾ ആ ഒരു വൈകാരികമായിട്ട് കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പക്വതയോട് കാര്യങ്ങൾ നീക്കുക, പെരുമാറുക. ജീവിതത്തിൽ എല്ലാ മേഖലകളും സന്തുലിതമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ പേഴ്സണൽ ലൈഫാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും നിങ്ങളുടെ സോഷ്യൽ ലൈഫാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ അറിവുകളെയും നിങ്ങളുടെ ഈ വൈകാരികമായി കിട്ടുന്ന പക്വതയും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഒരു ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഉള്ള ഒരു സൊല്യൂഷൻ ആവുമ്പോൾ അത് മറ്റുള്ളവർക്ക് വളരെ എന്താ പറയുക പ്രായോഗികമായിട്ട് കണക്റ്റ് ചെയ്യും. നമ്മളുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഉപദേഷ്ടാവ് ഒരു കിങ്ങിൻ്റെ പവറിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഒരു ദീർഘവീക്ഷണവും ആഴത്തിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കൂടുതലായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു എനർജിയിൽ ഇരിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.